and welcome to Comedy Masters. ചേട്ടാ നമ്മള് മാത്രമുണ്ട് ഇവിടെ, ബാക്കിയുള്ളവരൊക്കെ വേറെ ലോകത്താണ്. എന്താണ് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുന്നു, അല്ലാണ്ട് എന്ത് എന്താണ് ഉറപ്പാണ്. തുടങ്ങി എത്ര നേരമായി? അയ്യോ അങ്ങ് മനസ്സിലായില്ല കേട്ടോ. ബിബിൻ ചേട്ടനെ നമ്മൾ ഒരുപാട് കളിയാക്കും. അല്ലെ നമ്മൾ ബിബിൻ ചേട്ടൻ തന്നെ പറയോ ഞാൻ വായി നോക്കാറുണ്ട് അങ്ങനെ ഇങ്ങനെ അങ്ങനെ പറയുന്നവര് ശരിക്കും ശുദ്ധമാരാ, മണ്ടന്മാരാ. അത് ശരിയാണ്, അത് ശരിയാണ്. ആദ്യം അതായത് ഇതിലൊന്നും ഒരു ഇതും ഉണ്ടാവൂല, വെറുതെ പറച്ചില് മാത്രമേ കാണുള്ളൂ. ഒരു പെണ്ണ് മുന്നിൽ വന്നു കഴിഞ്ഞാ എന്ന് പറഞ്ഞ് നിക്കുന്ന വ്യക്തിയായിരിക്കും. പക്ഷെ ബിബിൻ ചേട്ടാ ഈ ഇരിക്കുന്ന രണ്ടുപേരുണ്ടല്ലോ, പെണ്ണ് മുന്നേ കുറുക്കന്മാരാ, ഉറപ്പാ. ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? മണിക്കുട്ടൻ ചേട്ടനോട് ഞാൻ ചോദിച്ചോട്ടെ, മണിക്കുട്ടൻ ചേട്ടന്റെ ക്രഷ് ആരോടെങ്കിലും ഭയങ്കര അഗാധമായ പ്രേമം? ഇപ്പൊ അങ്ങനെ ക്രഷ് വന്നിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞ ഒരു എന്റെ ചിലപ്പോൾ വിചിത്രമായിട്ട് തോന്നാം കേട്ടോ. പക്ഷെ വിചിത്രമല്ല, എനിക്ക് ഒരുപാട് സിനിമ ആക്ട്രസിനോട് ഇഷ്ടം തോന്നുന്നു. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ടൊരു അയ്യോ പാവം ഈ കുട്ടിയോട് കുറച്ചും കൂടെ കരുണയായിരുന്നു സ്നേഹമായിരുന്നു തോന്നിയത് ഹിറ്റ്ലർ സിനിമയിൽ ഹിറ്റ്ലറിന്റെ മൂത്ത സഹോദരിയായിട്ട് അഭിനയിച്ചില്ലേ ആ കുട്ടി. എന്താന്നറിയാമോ, അത് ശരിക്കും മമ്മൂക്ക സോമൻ ചേട്ടനോടാണ് പറഞ്ഞെങ്കിലും മണിക്കുട്ടനാണ് കേട്ടത്. ഒന്നോ എണീറ്റിരുന്നെങ്കിൽ ഒന്നോ വിളിച്ചിരുന്നെങ്കിൽ പറയുമ്പോ പുള്ളി ഞാൻ ഉണർന്ന്. ഇനിയിപ്പോ എനിക്കിപ്പോ കാജോൾ ആ സമയത്ത് ഭയങ്കര ക്രഷ്. അജയ് ദേവൻ ലോങ്ങിലാണ്, കുഴപ്പമില്ല. പ്രീതി സിന്ത അതെ അതെ പ്രീതി സിന്ത ഭയങ്കരല്ലേ? ഇനി പിന്നെ ഒരു നടി കൂടെ പറ, അപ്പൊ ഓക്കെ ആയിക്കോളൂ. അല്ല നമ്മളിത് പറയുന്നു, പാവം ബക്രുചേട്ടൻ അത് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. പറഞ്ഞ ബക്രുചേട്ടാ, അയ്യോ എന്താ ഞാൻ കുറച്ചും കൂടെ പഴയ നല്ല 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 ഡാൻസേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട് വെറുതെ ബക്രുചേട്ടനെ മാന്യനാക്കരുത്. ക്രഷ് നിറഞ്ഞതിനെ നോക്ക്, ഇങ്ങനെയൊക്കെ തുടങ്ങി. പറഞ്ഞോ ബക്രുചേട്ടാ. രശ്മിക മന്ദാന. സിഗ്മയിലെ പെണ്ണിനെ തന്നെ വേണം. എനിക്കൊന്ന് ബക്രുചേട്ടന്റെ ആ ഒരു ടൈമില് മാധുരി ദീക്ഷിത് മനീഷ കൊയ്രാൾ അത്ര ഇല്ല, മാധുരി ആയിരുന്നു. അതെ അതെ മാധുരി ആയിരുന്നു. അന്നൊക്കെ ഈ ക്രഷ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് മാഗസിൻസിൽ കിട്ടുന്ന ഫോട്ടോസോ അല്ലെങ്കിൽ പേപ്പർ കട്ട്സ് ഒക്കെ സൂക്ഷിച്ചു വെക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആ പരിപാടിയൊന്നും ഇല്ല. ശരി, എന്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു മംഗളം നടുപേജ് മാത്രം കട്ട് ചെയ്ത് ഒട്ടിക്കുന്ന ഒരു കൂട്ടുകാരൻ. ആ കൂട്ടുകാരുടെ പേര് ചോദിക്കേ. കൂട്ടുകാരുടെ പേരെന്താ? മണിക്കൂട്ടൻ. അത് ബാർബർ ഷോപ്പിൽ കയറ്റൂലായിരുന്നു മണിക്കൂട്ടൻ. ഹോട്ടലിൽ തലയും കാണൂല, ആവശ്യമുള്ളവർക്ക് തലയും കാണൂല. ബിബിൻചേട്ടന്റെ ക്രഷിനെ പറ്റി നമുക്കറിയാം. ക്രഷ് എന്താണ്? ഏറ്റവും ലേറ്റസ്റ്റ് ആണോ പഴയതാണോ? പഴയത് ലേറ്റസ്റ്റ് എല്ലാം കേൾക്കട്ടെ. സുഹാസിനി രേവതി ഭയങ്കര ഇഷ്ടമായിരുന്നു. അവരുടെ ചിരി ഭയങ്കര ഇഷ്ടം. പിന്നെ അതിന്റെ ഇടയിൽ ഇപ്പൊ കുറച്ചു നാൾ മുമ്പാണ് ചോദിച്ചു കഴിഞ്ഞാല് മിയ ജോർജോ. ഇത്ര അത്ഭുതം ജോർജാ. ഞാൻ മിയ ജോർജിനോട് പറഞ്ഞിട്ടുണ്ട്. അല്ല മിയ എന്ന് പറയുമ്പോ ആ സമയത്ത് പുള്ളിക്കാരി കന്യാസ്ത്രീ ആയിട്ട് അഭിനയിച്ചോണ്ട്. അതുകൊണ്ട് ഇപ്പൊ പ്രിയങ്ക മോഹൻ ഡോക്ടറിലേക്ക് ഹീറോയിൻ, ശിവകാർത്തികേയന്റെ പടത്തിലേക്ക്. ഓഹോ, ഇവൻ വളരുന്നോറും സ്റ്റേറ്റ് വിട്ട് കളിക്കുക. നമ്മളൊക്കെ ഇവിടെ കേരളത്തിൽ തന്നെ നിൽക്കുക. എന്തായാലും നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് ഓരോ തവണയും നമ്മൾ എപ്പിസോഡ് വരുമ്പോഴത്തേക്കും ഓരോ പുതുമ കൊണ്ടാണ് നമ്മൾ മുന്നോട്ടേക്ക് വരുന്നത്. നമ്മുടെ ഏറ്റവും കൂടുതൽ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ വ്യൂവേഴ്സ് ആണ്. അപ്പം സാധാരണക്കാരായ അവർ എങ്ങനെയാണ് ഇതിലേക്ക് വരിക, അല്ലെങ്കിൽ നമ്മളുമായിട്ട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യുക, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തുകൊണ്ട് കോമഡി മാസ്റ്റേഴ്സിൽ അങ്ങനെ ഒരു സെഗ്മെന്റ് വെച്ചുവിടാം. നല്ലൊരു ഐഡിയ അല്ലേ? അപ്പൊ ഇന്ന് നമുക്ക് അതിനൊരു തുടക്കം കുറിക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് രണ്ടുപേരും ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം, അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളും അറിയാം. ഓക്കെ ചേട്ടാ, ചേച്ചി, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. നമസ്കാരം. നമസ്കാരം. ഹാപ്പി മാരീഡ് ലൈഫ്. അയ്യോ അത് പറയാറായിട്ടില്ല, കല്യാണം കഴിഞ്ഞില്ല, 1 മണിക്കൂർ കൂടെ ഉണ്ട്. ഒരു മുഹൂർത്താവാൻ ഇനി ഒരു 15 മിനിറ്റ്. സോറി, മൈ ബാഡ്, ഐ എം സോറി. ഓക്കെ, എന്നാലല്ല നിങ്ങൾ ഞങ്ങളുടെ കല്യാണം നടത്തി തന്നെ ഇവിടെ വെച്ച്. അതെ, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഭയങ്കര പുതുമയാണോ? ഞങ്ങള് കല്യാണം നടത്തി തരണോ കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ വേദിയിൽ? അതെ. അല്ല, ഞങ്ങളുടെ കല്യാണത്തിന് അങ്ങനെ സമ്മതിക്കാതെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവര് ചാനലിലൂടെ കാണണം. ഇതൊന്നും ഒരു വലിയ തെറ്റൊന്നും അല്ലല്ലോ. അതെ, ഒരിക്കലും. ഇത്തിരി പ്രായം ഇത്തിരി കൂടിപ്പോയി. ഇപ്പൊ ബിബിൻ ജോർജ്, മിയ ജോർജ് ഞങ്ങൾ പുറത്തുനിന്ന് കേട്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളും പ്രാസത്തില് എന്റെ മകളുടെ പേരും അങ്ങനെയാണ്, മിഴി ജോർജ് ആണല്ലേ. അപ്പൊ അതുപോലെ തന്നെ പ്രാസത്തിൽ ഞങ്ങളുണ്ട്. ഞാൻ പ്രസന്നൻ, ഇത് പ്രസന്ന,
ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാണ്. ഓക്കെ. ഞങ്ങള് കല്യാണം കഴിച്ച് ഞങ്ങൾ പ്രഗ്നന്റ് ആകും, പ്രസവിക്കും, ഇതിലൊക്കെ പ്രായമുണ്ട്. അവസാനം ചവനപ്രാവശ്യം വാങ്ങി. അങ്ങനെ അതാണ് ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നത്. നിങ്ങൾ എവിടെ വെച്ചാ കണ്ടത്, എങ്ങനെയാ കണ്ടത്? ഇവളെ ഫസ്റ്റ് കാണുമ്പോ തന്നെ എനിക്കൊരു കണക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇവക്കും എന്നെ കണ്ടപ്പോ തന്നെ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു അല്ലേ? ഗണേശനാ? അല്ല, നമ്മള് ഈ പ്രേമിച്ച് നമ്മളെ അടുത്തേക്ക് വരുമ്പോ ആദ്യം കാണുമ്പോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ. ക്രഷ്. അത് തന്നെ. ചെറിയ കംപ്ലൈന്റ് എടുക്കൊണ്ട് കണക്ഷൻ. ആ, ഓക്കെ. അപ്പൊ അങ്ങനെയാണ്. അങ്ങനെയാണ് ചേട്ടന്. വീട്ടുകാരെ സമ്മതിച്ചില്ല. ഭയങ്കര തൃപ്പായിരുന്നു. ഞാൻ ചോദിക്കണം, പ്രേമത്തിന് കണ്ണും കാതും മൂക്കും ഒക്കെ ഉണ്ടോ? നമുക്ക് ഒരു ഇച്ചിരി ആളാണ് പ്രണയിച്ചുകൂടെ? പിന്നെ കല്യാണം കഴിച്ചുകൂടെ? ഞങ്ങൾ ഇത് നാട്ടുകാരും വീട്ടുകാരും സമ്മതിക്കാനായിട്ട് ഞങ്ങൾ സത്യം പറഞ്ഞ ആത്മഹത്യ ചെയ്യാൻ വരെ ഞങ്ങൾ അയ്യോ, അങ്ങനെയൊന്നും വിചാരിക്കില്ല. തീരുമാനിച്ചു. റൂം എടുത്ത് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിട്ട് 2 മണിക്കൂർ കഴിഞ്ഞപ്പം ആണ് എനിക്ക് മനസ്സിലായത് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. എടാ, 2 മണിക്കൂർ എന്ത് സംഭവിച്ചു? നമ്മൾ റൂം എടുത്ത് കഴിഞ്ഞ 2 മണിക്കൂർ കഴിഞ്ഞപ്പോ മനസ്സിലായി ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. നമ്മളിങ്ങനെ സംസാരിച്ചേ തീരുമാനം എടുത്തു. അതെ അതെ, ഒരുമിക്കാം, മരിക്കണ്ടെന്ന്. വെരി ഗുഡ്. എങ്ങനെയാണ് മാഡത്തിന് സാറിനോട് ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു ഇഷ്ടം തോന്നിയത്? അത് എന്റെ വീട്ടില് ഒരു ദിവസം ഓട് പൊളിഞ്ഞിരിക്കായിരുന്നു. അപ്പോ എനിക്ക് നേരത്തെ പ്രസുവിനെ അറിയാം. പ്രസു? അപ്പോ കൊറേ പേര് ഞാൻ ഓട് മാറ്റാൻ വേണ്ടി നോക്കി, പക്ഷെ ആരും വന്നില്ല. അപ്പൊ ഞാൻ ലാസ്റ്റ് പ്രസുവിനെ വിളിച്ചപ്പോ പ്രസു പറന്നങ്ങ് വന്നു വീട്ടില്. എന്നിട്ട് ഇത് ഓട് മാറ്റാൻ വേണ്ടി ഇങ്ങനെ മേളിലേക്ക് കയറിയപ്പോ ഞാൻ ഇങ്ങനെ താഴെ നിന്ന് മേളിലേക്ക് നോക്കിയപ്പോ ഞാൻ കണ്ട് ഞെട്ടി. എനിക്ക് അത്ഭുതമായി പോയി. അതോടെ ഞാൻ തീരുമാനിച്ചു എന്റെ പ്രസുവിനെ എനിക്ക് സ്വന്തമാക്കണമെന്ന്. ഈ മാലയില്ലേ, കഴുത്തിൽ കിടന്ന മാല, അതിങ്ങനെ തൂങ്ങിക്കിടന്നപ്പോഴേ അതിന്റെ താഴെ ലോക്കറ്റിനകത്ത് എന്റെ ഫോട്ടോ ആയിരുന്നു. അത് ഞാൻ കണ്ടപ്പോ എനിക്കൊക്കെ ഭയങ്കര ഇപ്പൊ എത്രത്തോളം ഞാൻ ആ ഹൃദയത്തിൽ താമസിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ വേറെ ഒരു കാര്യമുണ്ട്. ഞാൻ ഒരു ദിവസം രാത്രി ഉറങ്ങാൻ കിടന്നു മേളത്തെ മുറിയില്. അപ്പൊ ജനാലയിൽ വന്ന് ആരോ കൊട്ടുന്നു. അപ്പൊ ഞാൻ തുറന്നു നോക്കിയപ്പോഴത്തേക്ക് നീട്ടിപ്പിടിച്ച കേക്കും കൊണ്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് പ്രസ് വന്ന് നിൽക്കുന്നവിടെ. എന്നിട്ട് എനിക്കൊക്കെ ഞാൻ പോലും മറന്നുപോയി എന്റെ 50ാമത് പിന്നെ ബർത്ത്ഡേ ആണെന്നുള്ളത്. ഞാൻ മറന്നുപോയി. വെച്ചാണ് കേറിയത്. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങ് 50ാം പിറന്നാൾ ആഘോഷിച്ചു. ഞാൻ വേണ്ടിട്ട് ആഘോഷിച്ച കാര്യം പറയട്ടെ. എന്റെ കവിളില്ലേ ആ കേക്ക് എടുത്ത് എന്റെ 2 കവിളിലും തേച്ചിട്ട് ആ കോണിന്ന് താഴോട്ട് അങ്ങ് ഇറങ്ങിപ്പോയി. ഒരു കഷ്ണം കേക്ക് പോലും തിന്നാതെ. ഒന്നാമത്തെ ഷുഗർ. ഇനി ആ കേക്കും കൂടെ തിന്ന് ഷുഗർ വന്ന് ഞാൻ കീഴ്പോട്ടല്ല പോണ്ടത്, മേപ്പോട്ട് ഞാൻ പോയേനെ. അതെന്താ പ്രശ്നം അങ്ങനെ പറഞ്ഞേ? ചിലപ്പോ നമ്മൾ മരിച്ചു പോകുമല്ലോ ഷുഗർ കൂടി കഴിഞ്ഞാൽ. പ്രസു, ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരിച്ചു പോകണമെന്നൊക്കെ പറഞ്ഞ വാക്കുകളൊന്നും പറയരുതെന്ന് പ്രസു. ഇനി മേലെ അങ്ങനെ മരിച്ചു പോകണമെന്നൊക്കെ പറഞ്ഞ ചവിട്ടിക്കൂട്ട് ഞാൻ കത്തിക്കും. പറഞ്ഞേക്കാൻ ഞാൻ എന്തിനിപ്പൊ അങ്ങനെയൊക്കെ പറയണത്? എന്നെ കെയർ ചെയ്യാൻ വേറെ ആരോ ഉള്ളത്? എന്റെ പൊന്നെ പറയാതെ ഞങ്ങൾ ഇങ്ങനെ കെയർ ചെയ്യുമെന്ന്. ഇവളെന്നെ ശരിക്കും കെയർ ചെയ്യും, ഞാൻ അവളെ കെയർ ചെയ്യും. ഇവളെന്നെ കെയർ ചെയ്യും, ഞാൻ അവളെ കെയർ ചെയ്യും. അങ്ങനെ അങ്ങനെ കെയർ അങ്ങ് പോകും മൊത്തത്തിലല്ലേ നമ്മള്. അങ്ങനെയാണ് നമ്മള്. അയ്യോ സമയം. പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ ഒരു വിഷമം ഉണ്ടായിരുന്നത്, എല്ലാരും കല്യാണത്തിനൊക്കെ മുമ്പ് സേവ് ദ ഡേറ്റ് ഒക്കെ എടുക്കുമല്ലോ. ഞങ്ങൾക്കാണെങ്കിൽ അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എടുക്കാമല്ലോ. ഇനിയിപ്പോ എങ്ങനെ ചെയ്തൂടെ? ഫോണിൽ ആരുടെങ്കിലും ഒന്ന് റെക്കോർഡ് ചെയ്താലും നമ്മള് ചെയ്ത് പക്രചേട്ടൻ നന്നായിട്ട് ഫോട്ടോയും എടുക്കും. ഒരു പാട്ടിട്ട് വരും. അപ്പൊ നിങ്ങളിങ്ങനെ 2 സൈഡിൽ നിന്നും അടുത്ത് വാ, എന്നിട്ട് ഒന്നിക്ക. പ്രേമിക്കുമ്പോൾ നീയും ഞാനും നീരിൽ വീഴും പൂക്കൾ, ഓളങ്ങൾ തൻ ഏതോ തേരിൽ പകലറിയാതിരവറിയാതൊഴുകുകയല്ലോ, അലയുകയല്ലോ. മതി. അയ്യോ സമയമില്ല. നിങ്ങളുടെ എല്ലാവരും അനുഗ്രഹം ചാനലിലൂടെ കാണാം ഞങ്ങളുടെ കല്യാണം. ഞങ്ങളെ കല്യാണം നടത്തി തരൂല എന്ന് പറഞ്ഞ എല്ലാരും കാണണം. നിങ്ങൾ കണ്ടോ? ലക്ഷക്കണക്കിന് ആൾക്കാരുടെ മുന്നിൽ വെച്ച് കണ്ടോണ്ടിരിക്കുകയാണ്. അതെ, എതിർത്ത് ആരാന്ന്? അയ്യോ ഒന്ന് വാ, നിങ്ങളാരെങ്കിലും നമ്മളിവിടെ അത് തീയല്ല, അത് വെള്ളമാണ്. അല്ല, പന്തലില്ല. എന്നാ പിന്നെ ഇതിന് 3 വലം വെച്ചേക്കാന്ന് എല്ലാം കണക്കല്ലേ. അതെ അതെ, സന്തോഷായി. ഹാപ്പി മാരീഡ്. ചേട്ടാ ഇല്ല, അവിടുത്തെ മുഹൂർത്തത്തിന് ഇനി സമയമുണ്ട് ചേട്ടാ. മനസ്സിലായില്ല? 1/2 മണിക്കൂർ ഇനിയുണ്ട്.
നിങ്ങൾ ഇനി അമ്പലത്തിൽ പോകുന്നുണ്ടോ കല്യാണം കഴിക്കാൻ? അല്ലല്ല വേറൊരു കല്യാണം നടക്കുന്നുണ്ട് അതിന്റെ ഇത് മുഹൂർത്തത്തിൽ- കഴിഞ്ഞ് ഇനി അടുത്ത കല്യാണം കൂടാൻ പോവാണ്. ഏതാ ടൈം? കല്യാണം കല്യാണം നടക്കൂല. കൂടാനല്ല, ആ കല്യാണം നിങ്ങൾ മുടക്കിക്കണം. ആ കല്യാണം നടത്താൻ പാടില്ല. ഏത് കല്യാണത്തിന്റെ കാര്യം നിങ്ങൾ ഞാൻ പറയുന്നത്? ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു സഹോദരനും സഹോദരിയും കൂടെ കല്യാണം കഴിക്കാൻ പറ്റുമോ? ഇല്ല ഒരിക്കലും അത് കേരളത്തിൽ ഒരു തെറ്റാണ്. സംസ്കാരമുണ്ട്, ഒരു പൈതൃകമുണ്ട്. ഒരു സഹോദരനും സഹോദരിയും കല്യാണം കഴിക്കാൻ പാടില്ല. കേരളത്തിൽ ഒരിടത്തും അങ്ങനെ അല്ലാതെ ശാസ്ത്രപരമായിട്ടും തെറ്റാണ്. അതെ അപ്പൊ ഇന്ന് അവിടെ ഒരു കല്യാണം നടക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് അത് നടത്താൻ ആരാ നീ സഹോദരൻ സഹോദരിയും? ഇവിടെ മകളും എന്റെ മകനും കൂടെയുള്ള കല്യാണം ഇന്ന് 12 മണിക്ക് 12 മണിക്ക്. എങ്ങനെ ഒരു minute, എന്താണ് എന്നോട് പറഞ്ഞേ. എന്താണ്? എന്റെ ഇവിടെ മോളും മകളും എന്റെ മകനും മോനും അങ്ങനെയുള്ള കല്യാണം നടക്കും. ഒരു സഹോദരനും സഹോദരിയും കൂടെ കല്യാണം കഴിക്കാൻ പാടില്ല. ഇപ്പൊ ഞങ്ങൾ നമ്മൾ കല്യാണം കഴിച്ചില്ലേ? അല്ല, ഇതെങ്ങനെ സംഭവിച്ചു? ഇത് സംഭവിച്ചത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാണല്ലോ, ഞാൻ അവനെ കൊണ്ട് പെണ്ണ് കാണാൻ വേണ്ടി ഇവരുടെ വീട്ടിൽ ചെന്നു. ആ. അപ്പൊ പെണ്ണിനും ചെറുക്കനും എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അരമണിക്കൂർ മാറി നിന്ന് സംസാരിച്ചോന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോ ഞങ്ങൾ തമ്മിൽ ഒറ്റക്കായി. അങ്ങനെ ഞങ്ങൾ തമ്മിൽ അവിടെ വെച്ച് ചെറിയൊരു ലൈനായി. കണക്ഷൻ തോന്നി. ആ കണക്ഷൻ തോന്നി. അവിടുന്ന് അങ്ങ് പോയി. പിന്നെ അവര് കല്യാണം ഉറപ്പിച്ചു, മോതിരം മാറ്റി നടത്തി. പിന്നെ ഡ്രസ്സ് എടുക്കാൻ ഒരുമിച്ച് പോയി. പിന്നെ ഓണം, ക്രിസ്മസ്, ദീപാവലി, വിഷു ഞങ്ങൾ എല്ലാം ഒരുമിച്ചല്ലേ ആഘോഷിച്ചത്. എന്നിട്ട് നിങ്ങൾ തമ്മിൽ പ്രേമിച്ച് നിങ്ങൾ കെട്ടി. ഇപ്പൊ നിങ്ങൾക്ക് അവരുടെ കല്യാണം മുടക്കണം. മുടങ്ങണം. നിങ്ങൾ ചാനലിലൂടെ പറയണം. നടക്കൂല അത്. നമുക്ക് പോവാ, നമ്മുടെ കാര്യം. ഒരു കാര്യം ചെയ്യും, ഞങ്ങളൊന്നും ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ വേഗം പോയി അത് മുടക്കാം, അല്ലാതെ വേറെ പരിപാടിയൊന്നുമില്ല. ഇതിപ്പോ നിങ്ങൾക്ക് ഇതിന് ഉത്തരവാദിത്വം ഒഴിഞ്ഞു മാറാനൊന്നും പറ്റിയല്ല. നിങ്ങൾ നടത്തി തന്ന കല്യാണമാണിത്. നിങ്ങൾ സാക്ഷികളാണ് ഇല്ലേ? മനസ്സിലായോ? നിങ്ങൾ സാക്ഷികളാണ്, ഈ ലോകം മുഴുവൻ സാക്ഷികളാണ്. എനിക്കൊരു കാര്യം മനസ്സിലായോ? ഈ കല്യാണം ഫിക്സ് ചെയ്ത അന്നേരം തന്നെ നടത്തിക്കോണം. മിനിമം 1 മാസത്തിനുള്ളിൽ. 1 മാസത്തിനുള്ളിൽ. കൂടുതൽ സമയത്ത് നീട്ടി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ പണി ചെയ്യും. ഇതുപോലെയൊക്കെയുള്ള പണി നടക്കും. അപ്പൊ എന്നാ ഞങ്ങള് മൂന്നാറ് മറ്റേ സാധനം എന്ന് പറഞ്ഞാൽ ഹാപ്പി മാരേജ്, Happy life. താങ്ക് യു. ഇതിന് 3 നേരം നന്നായിട്ട് കല്യാണമൊക്കെ നടത്തി കൊടുത്ത് ഹാപ്പി ആയില്ലേ ഗൈസ്? അവര് വലം വെച്ചതാരെയാ? ഞാൻ അതേ കുറിച്ചാ ഓർത്തത്. അവരുടെ അവസ്ഥ എന്താവും എന്ന്. ഇവിടെ വന്നിരിക്കണ ഇന്ന് പെണ്ണിന് സിന്ദൂര നാള്, മനസ്സെല്ലാം തുളുമ്പും നാള്. ഇവിടെ പ്രാന്തായിരിക്കും. ജയിലാണെങ്കിൽ സന്തോഷമായിട്ട് ഇരിക്കണം, ഇങ്ങനെ വരിക്കുന്ന പോലെ ഇരിക്കാതെ. നീ എന്നാ അങ്ങോട്ട് സന്തോഷം. ഒരു സർപ്രൈസ് ഉണ്ട്. നീ ഗർഭിണിയെന്നായിരിക്കും. സർപ്രൈസ് ഉണ്ട്. ഇവിടെ പ്രാന്തായി മനുഷ്യ ഇരിക്കുമ്പോ ആകെ വിഷമിച്ചിരിക്കുന്ന സാറേ നാളെ റിലീസാണ്. നാളെ റിലീസ് ആവുകയാണെങ്കിൽ നീ സന്തോഷിക്കല്ലേ, വിഷമിക്കുന്ന എന്തിനാ? അല്ല അതല്ല, മമ്മൂട്ടിയുടെ പടം റിലീസാണ്, അത് കാണാൻ പറ്റൂലല്ലോ. ടാങ്കിലോട്ട് ഞാൻ തള്ളിയിടും കേട്ടോ. സാറേ സത്യം പറയാം, എനിക്ക് ഇവിടെ ബോർ അടിക്കണം. എന്നെ ഒന്ന് തുറന്നു വിട് സാറേ. എന്നെ തുറന്നു. നീ ആരടാ, കിളിയോ? അല്ല ഞാൻ എന്ത് ചെയ്തിട്ടാണ് സാറേ ഞാൻ ഇവിടെ കിടക്കുന്നത്? ഒന്ന് പറഞ്ഞു, എനിക്ക് അറിഞ്ഞൂടാ. സാറിന് വന്നേ. എന്ത് ഈ സാറിന് എന്തോ എന്റെ അടുത്ത് വ്യക്തി വൈരാഗ്യമുണ്ട്. എന്ത് നിസ്സാരം മറ്റുള്ള തേനിന്റെ കേസിലാണ് സാറേ എന്നെ ഇവിടെ പിടിച്ചിട്ടിരിക്കണം. തേനിന്റെ കേസിൽ സാറേ, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് അല്ലാതെ തന്നെ ചീത്തപ്പേരുണ്ട്. നിസാര വായിച്ചിട്ട് തേനെടുത്തതിന്റെ പേരിലാണോ ഈ ചെറുക്കനെ പിടിച്ച് അകത്തിട്ടേക്കണത്? ആ തേന്റെ ഇംഗ്ലീഷ് എന്നാന്ന് അവനോടൊന്ന് ചോദിച്ചേ. എന്നാടാ അതിന്റെ ഇംഗ്ലീഷ്? ഹണി ട്രാപ്പ്. നിങ്ങൾ എന്നെ അടിച്ചിട്ട് കാര്യമില്ല. എന്റെ പൊന്ന് സാറേ, നമ്മളെ മാത്രം കുറ്റമല്ല. കേരളത്തിൽ എത്രത്തോളം ഞരമ്പുകളുണ്ടോ അതിനനുസരിച്ച് ഹണി ട്രാപ്പ് ഉണ്ടാവും. എനിക്ക് ഇഷ്ടംപോലെ കാശ് കിട്ടിയിട്ടുണ്ടെന്ന്. 20,000 രൂപ വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ സത്യം. ഞാന് ഈ ഫീമെയിൽ വോയിസിൽ സംസാരിക്കും. ഇങ്ങനെ ഈ ഞരമ്പുകളൊക്കെ ഞങ്ങൾ വിളിക്കുമ്പോ അവർ 20,000 രൂപയ്ക്ക് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. സത്യം. ഒരിക്കൽ എനിക്ക് 20,000 രൂപ കിട്ടി. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, കാരണം അയാളെ പൈസ ഉണ്ട്, അതുകൊണ്ടാണല്ലോ 20,000 രൂപ എനിക്ക് തന്നത്. ഞാൻ ഇതിൽ നിന്ന് 2,000 രൂപ എടുത്ത് പുള്ളിക്ക് ഒരു പാന്റ് ഷർട്ട് വാങ്ങിച്ചിട്ട് കൊടുത്ത്, പച്ചക്കളർ ഷർട്ടും മഞ്ഞ പാന്റ്. എന്നിട്ട് വീട്ടിൽ ചെന്നപ്പോ അച്ഛ ഇട്ടോണ്ടിരിക്കും. അല്ലേ അച്ഛൻ? അദ്ദേഹം ഞരമ്പായിരിക്കും, പക്ഷെ ബുദ്ധിയുള്ളവരെ ഇങ്ങനെ പറ്റിക്കാൻ പറ്റത്തില്ല. സാർ എന്റെ വോയിസ് കേട്ട ആരും പറ്റിക്കപ്പെടും. സത്യം. സാറേ സാറേ, നമുക്കൊന്ന് കേട്ട് നോക്കാം ഇവന്റെ ഫീമെയിൽ വോയിസ്. ഒന്ന് കണ്ണടച്ചോ. ഹലോ. പിന്നീടാ എനിക്കേ ഇച്ചിരി പൈസ ആവശ്യമുണ്ടേ. എന്റെ അക്കൗണ്ടിനോട്ടെ ഒരു 30,000 രൂപ ഇടാവോ? അമേരിക്കയിലുള്ള സ്റ്റെല്ല 712 എന്ന് പറഞ്ഞ അക്കൗണ്ട് നമ്പറിലോട്ട് ഒരു 20,000 രൂപ വന്നായിരുന്നോ? വന്ന് ഏതോ ഒരു ഞരം പഴിച്ച് വന്ന്. എടാ മാറി, അത് എന്റെ കാശായിരുന്നടാ. എന്റെ പിള്ളേര് നിന്നെ കാശ് തേനീച്ച കൊണ്ടുപോയടാ. 30,000 രൂപ കേസല്ലേ? ഈ സാർ എപ്പോഴും ചോദിക്കാം എന്താണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ വന്നേച്ചാ ഞാൻ ഇതാണ്. സാർ എന്തിനാണ് സാറേ എന്നെ ഇങ്ങനെ എന്റെ കാര്യം എന്തിനാ വല്ല നടക്കോ? ഒരാഴ്ചയായി. അയ്യോ, പിന്നെ ഇന്നത്തെ കൊണ്ട് നിന്റെ കാര്യത്തിൽ തീരുമാനമാകും. നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി ഇന്ന് ഇവിടെ വരും. പെണ്ണാ? ജയിലിൽ എന്തോന്ന് പെണ്ണ്?
നിങ്ങളെ ജയിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മൾ ഇവിടെ വെച്ചൊരു എൻഗേജ്മെന്റ് നടത്താൻ പോവാണ്. എൻഗേജ്മെന്റ് ഇവിടെ വെച്ചാ ചുമ്മാ ഏപ്രിൽ ഫൂള് അല്ലല്ല, നിന്നെ പോലല്ല. അവനൊക്കെ ഇവിടെ വന്ന പിന്നെ നല്ല നടപ്പാ. ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരിക്കൽ പോലും ഇങ്ങനെ ചെരിഞ്ഞു പോയിട്ടില്ല. ആ നല്ല നടപ്പിന് പ്രത്യേക റിക്വസ്റ്റ് കൊടുത്ത് ഞങ്ങൾ മേടിച്ചതാണ് അവന്റെ ആ എൻഗേജ്മെന്റ്. എനിക്കൊരു സംശയം. അപ്പൊ ഇവിടെയാണല്ലോ ജയിലില് 15 ദിവസം മാത്രമല്ലേ പുറത്തു പോകും. ഇതിനിടയ്ക്ക് എപ്പോ ചെന്ന് പെണ്ണ് കണ്ട് എടാ, ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെ ഇവന് സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ പേപ്പറിൽ പരസ്യം കൊടുത്തായിരുന്നു. ഇവൻ നല്ലൊരു മനസ്സിന്റെ ഉടമയാണ്, കലാകാരനാണ്. അപ്പൊ ഇവനെ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും പെൺകുട്ടി വരാൻ വേണ്ടി ഞങ്ങൾ പരസ്യം കൊടുത്തത് വായിച്ച് കേൾപ്പിക്കാൻ. ഓപ്പൺ ജയിലിൽ കഴിയുന്ന എല്ലാ മാസവും പരോൾ ലഭിക്കുന്ന ദുശീലങ്ങളില്ലാത്ത ബാധ്യതകളുമില്ലാത്ത എഴുത്തുകാരൻ 50 വയസ്സ്, സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയും ഊഷ്മളമായ വൈവാഹിക ജീവിത താല്പര്യമുള്ളവരിൽ നിന്നും പങ്കാളിയെ ക്ഷണിക്കുന്നു. ഡിമാൻഡില്ല. അല്ല, ഡിമാൻഡ് വേണമായിരുന്നു. കാരണം എറണാകുളം ജില്ലാ കളക്ടർ ആണല്ലോ 21-ാം നമ്പറിൽ ഇവിടെ നിൽക്കുന്നത്. കല്യാണം നടത്തിയാൽ പറ്റുമെന്നുണ്ടെങ്കിൽ അവനെക്കാളും കല്യാണം കഴിക്കാൻ മുട്ടിയിരിക്കണം. ഞാൻ എന്നെ അങ്ങ് കെട്ടി മുട്ടുകാലി ഞാൻ കയറ്റും കേട്ടോ. സാർ എന്ത് അവൻ ആരാന്നറിയാവോ? നിന്നെ പോലല്ല, അവനൊരു കലാകാരനാണ്. അല്ല, നിസാരക്കാരനല്ല അവൻ. ആദ്യം അത് മനസ്സിലാക്കണം. കഷ്ടം നോക്കിയാണ്. എന്റെ ഒരു കവിത കൂടി ഞാൻ കീച്ചു. അതിനുവേണ്ടി ഇന്നേ ഒരു കവിത തയ്യാറാക്കിയിട്ടുണ്ട്. കവിതയുണ്ട് സാറിനെ കുറിച്ച്. ആരെ പറ്റി? സാറിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല. ഇവര് തമ്മിൽ എന്തോ അണ്ടർസ്റ്റാൻഡ് ഉണ്ട്. അതുകൊണ്ടാണ് കല്യാണം വരെ നടത്തിയത്. പുകഴ്ത്തിയാണോ? അല്ല, ആ കവിതയുടെ പേര്? കവിതയുടെ പേര് തീ പുക ചാരം. സുഖട്ടൊന്നും കിട്ടാൻ പോലും സാറേ കളിയാക്കുന്നു. സാറേ ചൊല്ലട്ടെ. 12 പ്രതികളെ പിടിച്ച സാറേ, ഈ പോലീസിൽ സാറാണ് കേമൻ. പകുതി പൊങ്ങി. എവിടെ? രോമം. 12 സ്റ്റേഷനിൽ ജോലി ചെയ്തു. ആ സ്റ്റേഷനിൽ സാറാണ് കേമൻ. പൂർത്തിയായി. റിട്ടയർമെന്റ് കഴിഞ്ഞിട്ടുള്ള റിട്ടയർമെന്റ് കഴിയുമ്പോഴാണ് നമ്മൾ ലൈഫ് എൻജോയ്മെന്റ് ചെയ്യുന്നത്. അപ്പൊ അത് കേക്കട്ടെ. അവരുടെ തന്റെ ശിരസിൽ നുരയ്ക്കും പുഴുക്കളില്ല, കണ്ണിലിരവിന്റെ ഭാഷാണ തിമിരമാണ്. ഇപ്പോഴല്ല, റിട്ടയർമെന്റ് ശേഷം. ഉള്ളിൽ അഗ്നികോളിൻ അവിടെ വരെ എത്തി. താഴോട്ട് വിടല്ലേ? ഈ ചീറ്റുന്ന നഗ്നമാതു സ്വപ്ന കാമഭ്രാന്തനാണ്. പഴയ ഹണി ട്രാപ്പാ പറഞ്ഞ അതുവരെ എഴുതി വെച്ചിരിക്കുകയാണ്. അയ്യോ, അല്ലല്ല, ഞാൻ സാറിന് ദൈവത്തെ പോലെയാണ് കാണുന്നത്. അങ്ങനെ മനസ്സിൽ കണ്ട എഴുതിയ കവിതയാണ്. പിന്നെ എന്റെ ജീവൻ രക്ഷിച്ചല്ലേ സാറേ? ചുമ്മാ. പിന്നെ അല്ലെങ്കിൽ ഞാൻ എന്നെ കൊലക്കുറ്റത്തിനകത്ത് പോകേണ്ടി വന്നേനെ. പറയണ്ട, പറയല്ലേ, ഞാൻ വേണ്ട. സാറ് ജീവൻ രക്ഷിച്ചതാ? അതെങ്ങനെയാണോ അത്? പണ്ട് അലറ ചില്ലറ മോഷണമൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ ഒരു വീട്ടിൽ മോട്ടിക്കാൻ വേണ്ടി കയറി. അവിടെ ചെന്നപ്പോഴത്തേക്ക് ആ ഉടമസ്ഥ തൂങ്ങിക്കുന്നു ആളില്. ഞാൻ അകത്താവോ കൊലക്കുറ്റത്തിന്? പിന്നെ നീയല്ല കൊലയാളി. അന്ന് ശേഷം പരിസരത്ത് ആരാ SI? നമ്മളെ സാറ്. ആ സാറൊന്ന് മഹസറൊന്ന് മാറ്റി എഴുതി. എങ്ങനെ? എഴുതിയ അക്ഷരത്തിനകത്ത് ഒരു അക്ഷരം മാറ്റി എഴുതി എന്നെ ജീവൻ രക്ഷിച്ച്. ഏതക്ഷരം? തൂങ്ങി മരിച്ചു എന്നുള്ളതിന്റെ ങാ എടുത്ത് കളഞ്ഞ് സാർ റാ ആക്കി. അപ്പൊ തൂങ്ങി മരിച്ചു. അയ്യേ, കേസെടുക്കാൻ പറ്റത്തില്ല. ആ റാ ഇപ്പൊ കയ്യിലുണ്ടാ? ഇട്ട് എന്നെ അങ്ങനെ രക്ഷിക്കാ സാറേ. എന്നെ ഒന്ന് തുറന്നു വിട് സാറേ. നിങ്ങൾക്കല്ലേ എന്റെ അടുത്ത് എന്താണ് ദേഷ്യം? എന്നെ മാത്രം വിടാത്ത എല്ലാം കൂട്ട് കയറി കയറി പറയാവടാ. ഞങ്ങളെ ഇവിടെ വന്നത് പടിപടിയായിട്ട് ഉയർന്നാണ് ഈ സെൻട്രൽ ജയിലിൽ വന്നിരിക്കുന്നത്. ഞാനിപ്പറിയാവോ എന്നാ സാറേ? എന്റെ ചെറുപ്പകാലങ്ങളില് വളരെ ദാരിദ്ര്യമായിരുന്നു. സത്യം പറഞ്ഞ വീട്ടിൽ കരണ്ട് പോലും ഇല്ലായിരുന്നു. രക്ഷപ്പെട്ടല്ല, കറണ്ട് ബില്ല് അടയ്ക്കേണ്ടായിരുന്നു. കരണ്ട് ഇല്ലായിരുന്നു. എന്നിട്ട് ഞാൻ വഴിവിളക്കിന്റെ ചോട്ടിലിരുന്ന് പഠിച്ചു. അങ്ങനെ SLCക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ചു. BAക്ക് ചേർന്നു. BAക്ക് ഞാൻ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ചു. അങ്ങനെ MA എടുത്തു, MA എടുത്തു. അങ്ങനെ പടിപടിയായിട്ട് ഉയർന്നാണ് ഞാൻ ഇന്ന് ഈ സെൻട്രൽ ജയിലിൽ വന്ന് നിൽക്കുന്നത്. മൊത്തത്തിൽ അപ്പൊ എത്ര വർഷം സാറേ? 23 വർഷം എടുത്തു ഞാൻ ഈ സെൻട്രൽ ജയിലിൽ വരാൻ. എന്റെ പൊന്നെ, 23 വർഷം വെറുതെ പോയി. 15 മിനിറ്റ് കൊണ്ടാണ് ഹണി ട്രാപ്പ് ഒരു മാലയെ മോട്ടി ഞാൻ അവിടെ എത്തി. 23 വർഷം. സാറേ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? 21 വർഷം കൊണ്ട് സാർ ഇവിടെ ആർക്കൊക്കെയാണ് കാവലിക്കുന്നത്? കള്ളൻ, കൊള്ളക്കാരൻ, പോക്കറ്റ് അടിക്കാരൻ, പെൺമാണിപ്പക്കാര്, ഒരു ATM സെക്യൂരിറ്റി ആണെങ്കിൽ ഒന്ന് ആലോചിക്കണം. കുറെ കാശിന് സാറിന്റെ മോളുടെ കല്യാണം ഉടനെ അല്ലേ? അപ്പൊ മരുമോന്റെ അടുത്ത് എന്ത് പറയാം? ഞാൻ കള്ളന് കാവലിക്കണം. അത് പോട്ടെന്ന് വെക്കാം. സാറിന് IG വരുമ്പോ സല്യൂട്ട് അടിക്കണം. CM വരുമ്പോ സല്യൂട്ട് അടിക്കണം. 5ാം ക്ലാസ് തോറ്റ് എനിക്ക് ആരെ സല്യൂട്ട് അടിക്കണ്ട. 23 വർഷം കണ്ട് കളഞ്ഞിട്ട് വന്നിരിക്കും. സത്യത്തിൽ അവനെയാ സാറേ എന്ന് വിളിക്കേണ്ടത്. ഞാൻ ഈ ജോലി രാജിവെച്ചാലോ? ജോലി രാജിവെക്കാതെ ജോലി പോകുന്ന ഒരു വകുപ്പ് എനിക്കറിയാം. എല്ലാം ഞാൻ സാധിച്ചു തരാം. സാറേ, നൈസായിട്ട് അങ്ങ് തുറന്നാ ഞാൻ പോട്ടെ. കല്യാണം പറ്റി. അയ്യോ സാറേ, ഞാൻ വിളിച്ചു നോക്കട്ടെ. ഹലോ, എവിടെ എത്തി? ആടാ, ശരി, ഓക്കെ. സാറേ, ഉമ്മറത്തെത്തി. ഉമ്മറെത്തിയോ? ഉമ്മറെത്തിയെന്നല്ലേ, പെണ്ണും പെണ്ണിന്റെ അപ്പനും കൂടി നമ്മുടെ വാതിക്കലെത്തിയത്. അഭ്യർത്ഥനയുണ്ട്. എന്താ?
അറിയാമല്ലോ ഈ ബന്ധുക്കളാരും ഇല്ല. ആ സ്ഥാനത്ത് നിന്ന് ഈ ചടങ്ങ് നടത്തി തരണം. എനിക്ക് പിറക്കാതെ പോയ മകനല്ലേടാ നീ. നിന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ ഈ കല്യാണം നടത്തി തരും. മതി സാറേ. നിന്റെ അളിയന്റെ സ്ഥാനത്ത് ഈ ഞാനുണ്ടാ. അതെ അതെ, ഒരു കല്യാണം ഒരു പാചകക്കാരൻ വേണം. അപ്പൊ ഞാൻ പാചകം ഏറ്റെടുക്കാം. ഈ എറണാകുളത്ത് നല്ല സംഭവങ്ങളൊന്നുമില്ല, ചാലക്കകത്ത് നല്ല കിട്ടും. പോയിട്ട് അടുത്ത ആഴ്ച വരാം. നമസ്കാരം സാറേ. നമസ്കാരം. നമസ്കാരം. ഞാനാണ് പെണ്ണിന്റെ അച്ഛൻ. ഇതാണ് ചെറുക്കൻ. ഞാനാണ് ചെറുക്കന്റെ അച്ഛൻ എന്ന് പറയുന്ന ആള്. ഞാനാണ് അളിയൻ എന്ന് പറയുന്ന ആള്. ചെറുക്കനെ കണ്ടറിയാൻ നല്ല സ്വഭാവമായിരുന്നു. അതുകൊണ്ടാണല്ലോ 21 നമ്പർ കിട്ടിയത്. നമുക്ക് സംസാരിച്ച് ഒരുപാട് സമയം കളയണ്ട. എന്റെ മോളെ വിളിക്കാം. മോളെ ചായ കൊണ്ടിച്ചു വാ. ചായ കൊടുക്കും. ഇതെന്താ സംഭവം? സെൻട്രൽ ജയിലാ. ഇവിടെ ആഹാരം കൊടുക്കുമ്പോ ക്യൂ നിർത്തിയേ കൊടുക്കുള്ളൂ. സാറേ ഇതാണ് എന്റെ മോള്. എങ്ങനുണ്ട്? നല്ല തറവാട്ടി പറഞ്ഞ കൊച്ചെന്നറിയാം. അതുകൊണ്ടല്ല ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് പെണ്ണിനും ചെറുക്കനും എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ സംസാരിക്കണം. പെണ്ണിന് ചെറുക്കനെ സംസാരിക്കുന്ന കാലം അളിയാ. എന്റെ പെണ്ണെന്ന് പറയുമ്പോ എന്റെ പെണ്ണ, എന്റെ സഹോദരിയാണ്. ആദ്യം ഞാൻ സംസാരിക്കാം. എല്ലാം സെറ്റാക്കി തരാൻ കോൾ അടിച്ചല്ല പെങ്ങളെ എന്നാ അവൻ വിളിക്കും, ഞാൻ വിളിക്കൂല. പിന്നെ അവനെ കുറിച്ച് കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എന്താ? അവന് 15 ദിവസേ പരോളുള്ളൂ. 15 ദിവസം വന്നിട്ട് ഞാനാകുമ്പോ ഒരു 4 വർഷം കഴിയുമ്പോ ഞാൻ ഇറങ്ങും. പിന്നെ നമുക്കൊരു 4 പിള്ളേരൊക്കെ ഇവിടേക്ക് ഒന്ന് കറങ്ങി കണ്ടിട്ട് പോവാം. ചേട്ടൻ വേണ്ട, എനിക്ക് ആ ചേട്ടൻ മതി. മാനമോഷണത്തിലെ പ്രതിയാണെന്ന്. എനിക്ക് മാല മോഷ്ടിക്കണവരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആ കൊലയൊക്കെ മോട്ടിക്കും. ഓരോ മോട്ടിക്കണവരെയൊന്നും എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് മാല മോട്ടിക്കണ ആ ചേട്ടനെ മതി. അളിയാ എന്റെ കൊല വേണ്ടെന്ന് എന്റെ മാല മതി. സാറേ പെണ്ണും ചെറുക്കനും സംസാരിച്ച സ്ഥിതിക്ക് നമുക്കിത് അങ്ങ് ഉറപ്പിക്കാം. അതെ അതെ, ഉറപ്പിക്കാം. ഞാൻ സംസാരിച്ചില്ല. നീ സംസാരിക്കില്ല. വേറെ കേസ്. പഴയ കാലമല്ല, പെണ്ണും ചെറുക്കനെ സംസാരിക്കട്ടെ. നമുക്ക് മാറി ഒളിഞ്ഞു നോക്കാം. മാറി നോക്കാം. സംസാരിക്കണല്ലോ. കൈകാലം പറക്കണ്. എന്താ പേര്? എന്റെ പേര് ഉഷ. ഉഷ. നൈസ്. നൊസ്റ്റാൾജിക്. എന്റെ കാട്ടുപോയിക്കുന്നൊരു കോട്ട് പറയുന്ന കവിതയിലെ നായികയുടെ അതേ രൂപഭാവം. ഉഷയുടെ മത്തങ്ങ കണ്ണുകൾ, ഓതളങ്ങ മൂക്ക്, പാവയ്ക്ക ചുണ്ട്. എന്നെ വല്ലാതെ മത്ത ഉടുപ്പിക്കുന്നു ഉഷേ. ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് ചിന്നാൻ. അയ്യോ, കൊരങ്ങനെ ഇടുന്ന പേരാണെങ്കിലും നല്ല പേര്, എനിക്ക് ഇഷ്ടമായി. അതെ, ഞാൻ ഉഷ വരുമ്പോ ഉഷയെ വായിച്ച് കേൾപ്പിക്കാൻ വേണ്ടി ഒരു കവിത ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ചേട്ടൻ കവിതയൊക്കെ എഴുതോ? പിന്നെ ഞാൻ കലാകാരനല്ലേ. എന്താ ഏട്ടാ കവിതയുടെ പേര്? കിരികിരിപ്പ്. ഇഷ്ടപ്പെടും. ജയിലിന്റെ അന്ധകാരനാകയിൽ പുക കൊണ്ടു ഞാനൊന്നു മൂടി, പുകയുന്ന എൻ ചുണ്ടിനിടയിൽ കൂടി നിന്നെ ഞാൻ കണ്ടു. ഇന്ന് എന്ത് മനസ്സിലായി? ചേട്ടൻ കഞ്ചാവാണല്ലേ? കഞ്ചാവല്ല, എന്റെ ഭാവന. ഞാൻ വരി. എന്തൊരു പരമാനന്ദം, നിന്നെ കാണുമ്പോൾ എന്തൊരു ആവേശം, നിന്നെ കാണുമ്പോൾ എന്തൊരു തിമിതെറുപ്പ്, എന്തൊരു കിരികിരിപ്പ്, എനിക്ക് എന്തൊരു കിരിപ്പിന്, എന്തൊരു കിരികിരിപ്പ്, നിനക്ക് എന്തൊരു കിരികിരിപ്പ്. അതാണ് എനിക്കും പറയാനുള്ളത്. നിനക്ക് എന്തെന്നെ കിരിയിരിപ്പണം? നിനക്ക് എന്തെ സാറേ ഇവിടെ എന്തെന്നെ കിരിയിരിപ്പ് നടക്കണേ? അല്ല ഇവിടെ എന്തിന്റെ കിരിയിരിപ്പ്? ഞാൻ വരൂല. സംസാരിക്കുന്നില്ല ഇടയ്ക്ക് അവന്റെ. ഞാൻ എന്താണ് മൈൻഡ് ചെയ്യണ്ട. ഇങ്ങോട്ട് വാ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഉഷേ. എനിക്കും ചേട്ടനെ കുറെ ഇഷ്ടമായി. ഞാൻ ഉണ്ടില്ലെങ്കിലും എന്റെ ഉഷ ഞാൻ ഉണ്ണിക്കും. ഞാൻ ഉറങ്ങിയില്ലെങ്കിലും എന്റെ ചിന്നൻ ചേട്ടനെ ഞാൻ ഉറക്കും. നമുക്ക് കിടന്നാലാ? കിടക്കാം. നമുക്ക് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഭാവി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. മാസാമാസം 15 ദിവസം കൂടുമ്പോൾ ഇറങ്ങുമല്ലോ പരോളിന്. ആദ്യത്തെ പ്രാവശ്യം ഞാൻ പരോളിന് ഇറങ്ങുമ്പോ നമുക്കൊരു അടിത്തറ കെട്ടി സെറ്റ് ചെയ്ത് വെക്കണം. പിന്നെ 1 വർഷം കഴിയുമ്പോ കുഞ്ഞുങ്ങളുണ്ടാവുമല്ലോ, അന്ന് കൊച്ചൻ നൂലിട്ട് കിടത്താം. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സമയത്ത് നീ പിള്ളേരെ ഇടയ്ക്കിടയ്ക്ക് എന്റെ ഫോട്ടോ ഒന്ന് കാണിച്ചു കൊടുക്കണം. അതെന്തിനാ ചേട്ടാ? അല്ലെ പിള്ളേര് ചോദിക്കും ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ കയറി പറഞ്ഞ മാമ ആരെന്ന്. കേട്ടാ? എന്നാ പിന്നെ ലൈറ്റ് ഓഫ് ചെയ്യട്ടാ. എന്റെ ഉഷേ. സാറേ സാറേ അവന്റെ ആര്? ഞാൻ അവന്റെ അച്ഛൻ. ഇപ്പൊ അപ്പൂപ്പനാവും. എങ്ങനെ? ഇപ്പൊ ഒരു ജനന നടക്കൂടാ. 4 വർഷം കൂടി പെണ്ണിനെ കാണുമ്പോ ഇത്ര ആക്രാന്തം. എന്റെ വില കളയോ നീ? മോളെ ഇഷ്ടപ്പെട്ട? എനിക്ക് ഇഷ്ടമായി അച്ഛാ. ഇഷ്ടപ്പെട്ട എന്റെ മോളെ? ഇഷ്ടമായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ട് നീങ്ങാം. അതെ 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 അതെ. എനിക്കുള്ളതെല്ലാം ഈ ചെറുക്കനുള്ളതാ. നീ സെൻട്രൽ ചെയ്യില്ല.
സാർ എന്താണ് സാറേ? സാർ എന്തായാലും കല്യാണം നടത്തി ഞാൻ അഭിമാനിക്കുന്നു. പക്ഷെ ഒരു കാര്യം, എനിക്കുള്ളതെല്ലാം ഇവർക്ക് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. അയ്യോ, അല്ല സത്യം, ഞാൻ എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്? എന്ത് മനസ്സാണ് അല്ല, ഇനി എന്നാണ് ഞാൻ ഇറങ്ങുന്നത്? കാരണം നമ്മൾ നഗ്നമേതിയും ജനിക്കുന്നു, തിരിച്ചു പോകുന്നു. മനുഷ്യ സ്നേഹി. അതാണ് കാരണം, എനിക്കുള്ള എല്ലാം അവർക്കാണ്. ദൈവം സഹായിച്ച് എനിക്കൊന്നുമില്ല, അവർക്കൊന്നും കൊടുക്കുകയില്ല. കൊടുക്കൽ വാങ്ങാൻ്റെ കേസ് പറ, യവനെ പോലെ പറയരുത്. അത് വേണം. കൊടുക്കൽ വാങ്ങണം. നിങ്ങളാണ് സംസാരിക്കാൻ ഇങ്ങനെ കിണ അടിച്ചിരിക്കാതെ. പറയാൻ അങ്ങോട്ട്. നീ വന്നേ. ഇതാണ് കൊടുക്കല്. മറ്റേ സോങ് കാണിക്കല്ലേ കേട്ടോ. ഇത് വാങ്ങല്. ഓക്കെ, അപ്പൊ ആ കാര്യം തീരുമാനമായില്ല. ചെറുക്കനും പെണ്ണിനും ഒക്കെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് ആ ചടങ്ങ് അങ്ങോട്ട് നടത്തിയാലോ? അപ്പൊ എന്തായാലും നമുക്ക് എൻഗേജ്മെന്റ്, ചരിത്രത്തിൽ ആദ്യമായിട്ട് ജയിലിൽ വെച്ചൊരു എൻഗേജ്മെന്റ് അല്ലേ? എന്താ പിടിക്ക്. ഞാൻ പറഞ്ഞില്ല അവനെ കെട്ടണേ, ഞാൻ കൊലയൊക്കെ മോട്ടിക്കും. ചടങ്ങ് തുടങ്ങട്ടെ. നല്ല മോതിരച്ച നോക്ക്. സാറേ, അങ്ങനെ മനോഹരമായിട്ട് ചടങ്ങ് കഴിഞ്ഞു. അടുത്ത ബാക്കിയുള്ള പരിപാടിക്ക് എങ്ങനെയാണ്? അടുത്ത ആഴ്ച നീ പരോളിൽ ഇറങ്ങുകയല്ലേ? അതെ. അപ്പൊ നിന്റെ കല്യാണോ ആദ്യ രാത്രി? അല്ല, അടുത്ത ആഴ്ച പറ്റൂല. അടുത്ത ആഴ്ച എന്റെ മോക്ക് പരോള് കഴിഞ്ഞിട്ട് അവക്ക് ജയിലിൽ തിരിച്ചു പോകണം. എന്റെ മോക്ക് ജയിലിൽ തിരിച്ചു പോണോന്ന്. ജയിലിലേക്ക് തിരിച്ചു പോണം. എനക്കെന്തൊരു ജയിലില്? ഞാൻ നേരത്തെ 2 കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവന്മാരെ ഇരുമ്പൊടിക്ക് തലക്കടിച്ച് അങ്ങോട്ട് കൊന്നുകളി. പേന് കൊല്ലും പോലെ 2 മാപ്പിളവരെ തലക്കടിച്ച് കൊന്നുകളഞ്ഞത്. എന്നിട്ട് എന്തിനാണ് ഇവരെ കെട്ടണത്? അത് പിന്നെ 14 കൊല്ലം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് തലക്കടിച്ച് വല്ല എനിക്ക് ആരെങ്കിലും വേണ്ടേ? അതിനാണ് എനിക്ക് എന്റെ സാറേ, ഇവളെ കെട്ടിക്കഴിഞ്ഞ എന്റെ അവസ്ഥ എന്റെ കവിത പോലെ തന്നെ. നിനക്ക് എന്തിന്റെ കിരികിരിപ്പ്? മതി ഇവിടെ നിർത്തി ഇറക്കൊക്കെ ചെയ്യാം. ആദ്യം ഇതുവരെ ചുമന്നു കൊണ്ടോന്നുള്ള കൂലി തരും. അതൊക്കെ ഞാൻ തന്നോളാം. തോഴി, എപ്പോഴാണോ കൂലി തരുന്ന അപ്പൊ പല്ലൊക്കെ താഴെ ഇറക്കാം. അല്ലെങ്കിലേ ഉണ്ണിയാർച്ച നമ്മളെ തേക്കും. ഞാൻ തന്നോളാം. ആദ്യം എന്നെ ഇറക്ക്. എടി പയ്യെ ഇതൊരു പാടാന്ന് നോക്കണേ. എടി പയ്യെ പയ്യേക്കണേ. എന്റെ പല്ലക്കിന് വല്ല പറ്റിയ നിന്റെ പല്ലൊക്കെ ഞാനിങ്ങ് അടിച്ചെടുക്കും, പറഞ്ഞേക്കാം. ഇങ്ങോട്ട് വരീനടി തോഴിമാരെ. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഉണ്ണിയാർച്ചേ? ഈ സാധാരണ ഇവിടെ വരുമ്പോ എന്താ ചെയ്യാറ്? ഞാൻ നന്നായി വീശും. ഇവള് മാത്രല്ല, ഇവിടെ അച്ഛനും അമ്മയും അപ്പൂപ്പനും കുടുംബം മൊത്തം നല്ല വീശ. അയ്യോ, ആ വീശല്ല, ഞാൻ നന്നായി വെഞ്ചാമതി വീശും. ആഹാ, നീ നന്നായി വീശിയതിന് ഇരിക്കട്ടെ ഒരു പൊൻപണം. അതിന് പൊൻപണം കിട്ടിയില്ലല്ലോ. നീ വീശിയപ്പോ എനിക്ക് കാറ്റും കിട്ടിയില്ലല്ലോ. ഉണ്ണിയാർച്ചേ, സത്യത്തിൽ നമ്മൾ എന്തിനാ തെങ്ങിൻതോപ്പിൽ വന്നേ? ഈ കാണുന്ന തെങ്ങുംതോപ്പെല്ലാം എന്റെ പേരില്ല. വീട്ടില് കുറെ അംഗം വിട്ടുകാരുണ്ട്. പറഞ്ഞിട്ട് എന്തിനാ ആർക്കും തെങ്ങ കയറി തേങ്ങ ഇടാൻ അറിഞ്ഞൂടാ. ഒരു തേങ്ങ കിട്ടിയിരുന്നെങ്കിൽ ഉച്ചക്ക് ചമ്മന്തി കൂട്ടി ചോറുണ്ടായിരുന്നു. നിങ്ങൾ എന്റെ എന്നെ നോക്കൊണ്ടിരിക്കാതെ പോയി വരെ തേങ്ങ വെട്ടുകാരുണ്ടോ നോക്ക്. ഉണ്ടോ? ഞാനത് അന്വേഷിച്ച് ഇറങ്ങിയാണേ. പറഞ്ഞ ആയിക്കോട്ടെ. ചന്തുവിന് ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ എന്റെ പറമ്പിൽ വന്ന് തേങ്ങ വെട്ടാൻ. എന്ത് ചെയ്യാനാ, ഞാനൊരു തേങ്ങാ വെട്ടുകാരനായി പോയില്ലേ. തെങ്ങുള്ള പറമ്പ് തെളി പിടിച്ച് വന്നല്ലേ പറ്റൂ. ആ പിന്നെ ഒരു കാര്യം, ഒരു തെങ്ങിന് 500 രൂപ വെച്ച് ഞാൻ വാങ്ങും. അപ്പൊ 2 ഏക്കർ തെങ്ങുണ്ടല്ലോ, മൊത്തം കൂട്ടിട്ട് കാശും കിട്. ഞാനിവിടെ തെങ്ങ് വാങ്ങാൻ വന്നതല്ല, ഒരു തെങ്ങിൽ കയറുന്നതിന് എന്റെ കൂലിയാണ് 500 രൂപ. അത് മാത്രമല്ലാതെ 4 തേങ്ങയും ഞാൻ എടുക്കും. 4 തേങ്ങയാ? കയറുന്നതിനൊന്ന്, ഇറങ്ങുന്നതിനൊന്ന്, എന്റെ വാളിനൊന്ന്, പിന്നൊന്ന് നിങ്ങൾ എനിക്ക് തരണം. കേറുന്നതിനൊന്ന്, ഇറങ്ങുന്നതിനൊന്ന്. അതിന് കേറാൻ മാത്രമേ പറഞ്ഞുള്ളൂ, ഇറങ്ങാൻ ആരും പറഞ്ഞില്ലല്ലോ. ഇത് ഇത്രയ്ക്കും വലിയ കോമഡിയാണോ? എന്ത് പറഞ്ഞാലും ചിരിക്കണമെന്നാ ഉണ്ണിയാർച്ചയുടെ കൽപ്പന. അല്ലെങ്കിലേ പല്ലക്കിന്റെ കൂലി പോലും തരില്ല. പിന്നെ വന്ന കാലിൽ നിന്ന് വളവളാന്ന് സംസാരിക്കാതെ നിന്ന കാലിൽ തെങ്ങി കയറാൻ നോക്ക്. എന്റെ കളരി പരമ്പര ദൈവങ്ങളെ, ഇടതു മാറി വലതു മാറി, ഇടം തിരിഞ്ഞി വലം തിരിഞ്ഞി. അതെ, തെങ്ങ കയറാനും വേണോ ഈ അംഗം വിട്ട്? പിന്നെ ഈ ചാണകമൊക്കെ ചവിട്ടി തെങ്ങി കയറണമെന്നാണോ നീ പറഞ്ഞു വരുന്നത്? ഓതിരം മോതിരം മാത്രമേ ഉള്ളോ? അല്ല, കഴുത്തിലൊരു മാലയും കൂടി ഉണ്ട്. അതല്ല, ഓതിരം മാത്രമേ ഉള്ളോന്ന്. അതല്ല, അത് കഴിഞ്ഞിട്ട് വേറൊരു സാധനം ഉണ്ടായിരുന്നു, അതിന്റെ പേര് ഇപ്പൊ ഓർമ്മ കിട്ടുന്നില്ല. ഒരു മന്ത്രിയുടെ പേരായിരുന്നു. പിണറായി വിജയനാണോ? അല്ലെന്ന്. മുല്ലക്കര രത്നാകരൻ അല്ല. കടകംപള്ളി സുരേന്ദ്രൻ. ആ കടകം. ഓതിരം, കടകം, മറുകടകം, ചാണകം. അയ്യോ, ചാണകത്തിൽ ചവിട്ടി ഇത്രയൊന്നും
എന്റെ കോമഡിക്ക് ഇവര് ചിരിക്കും. പിന്നെ ഇയാള് തെങ്ങി കയറാൻ നോക്ക്, അങ്ങനെയെങ്കിലും ആ കയ്യിലിരിക്കുന്ന വാളിന് ഒരു പണിയാവട്ടെ. ആർച്ചേ, നീ അങ്ങനെ മാത്രം പറയരുത്. ഈ വാളാണ് എന്റെ ചോറ്. ഈ വാള് കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. വാളുകൊണ്ട് ജീവിക്കാനോ? രാവിലെ 6 മണിക്ക് റബ്ബർ വെട്ട്, ഉച്ച തിരിഞ്ഞ് KCB ലൈനിലെ ടച്ച് വെട്ട്, പിന്നെ വൈകുന്നേരം റെസ്റ്റോറന്റിൽ പോയി അവിടുത്തെ ഷവർമ വെട്ട്. ഇതൊക്കെ കഴിഞ്ഞ് 2 എണ്ണം അടിച്ച് വാളും വെച്ചുറങ്ങും. പിന്നെ ആർച്ചയോട് ഞാനൊരു കാര്യം ചോദിക്കാൻ മറന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഉണ്ണിയാർച്ചയോട് ഇവിടെ വരാൻ പറഞ്ഞിട്ട് ഞാനിവിടെ വന്നപ്പോ വെള്ളിയാഴ്ച ഉണ്ണിയാർച്ച എവിടെ പോയി? അയ്യോ, വെള്ളിയാഴ്ച ആയിരുന്നല്ലോ എന്റെ തിങ്കളാഴ്ച വ്രതം. ഓ ഓക്കേ. അതെ, സംസാരിച്ച് കണ്ട് തെങ്ങി കയറാൻ നോക്ക്. എന്റെ 18 കളരിപ്പരമ്പര ദൈവങ്ങളെയും സാക്ഷി നിർത്തി ഈശ്വര പ്രാർത്ഥനയോടുകൂടി ഞാൻ തെങ്ങുകയറ്റം ആരംഭിക്കുന്നു. ഈശ്വര പ്രാർത്ഥനയോ? ആ, തെങ്ങ് ജാതിക്കില്ല, തേങ്ങ ജാതിക്കില്ല, തേങ്ങ വീണാരും മരിച്ചിട്ടില്ല. തെങ്ങ് ജാതിക്കില്ല, തേങ്ങ ജാതിക്കില്ല, തേങ്ങ വീണാരും മരിച്ചിട്ടില്ല. തെങ്ങ് ജാതിക്കില്ല, തേങ്ങ ജാതിക്കില്ല, തേങ്ങ വീണാലും മരിച്ചിട്ടില്ല. തെങ്ങ് ജാതിക്കില്ല, തേങ്ങ ജാതിക്കില്ല, തേങ്ങ വീണാലും മരിച്ചിട്ടില്ല. തെങ്ങിൽ പാഞ്ഞങ്ങ് കേറുന്ന തങ്കപ്പം മോളിൽ ചെന്നപ്പോ മണ്ടയില്ല. തെങ്ങിൽ പാഞ്ഞങ്ങ് കേറുന്ന തങ്കപ്പം മോളിൽ ചെന്നപ്പോ മണ്ടയില്ല. തന്നന താനന തന്നാനെ തന താനന താനന തന്താനെ, തന്നന താനന തന്നാനെ തന താനന താനന തന്താനെ, തന്നന താനന തന്താനെ തന താനന താനന തന്താനെ, തന്നന താനന തന്താനെ തന താനന താനന തന്താനെ. എന്തത്? പകരത്തിന് പകരം. തേങ്ങ വീണ് ഇതുവരെ ആരും മരിച്ചിട്ടില്ലല്ലോ. ഇനി മരിക്കാതിരിക്കണമെങ്കിൽ ഇവരോട് ഈ തെങ്ങിന്റെ മൂട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ. ഓ, ഇപ്പൊ നമ്മളാ ഇവിടുത്തെ ശല്യക്കാര്. ഇങ്ങോട്ട് വാ തൊഴി. തെങ്ങും ചതിക്കില്ല, തേങ്ങയും ചതിക്കില്ല, പക്ഷെ ചന്തു ചതിക്കുമെന്നാ നാട്ടുകാര് പറയുന്നേ. ചതിയനായ ചന്തുന്ന്. ചന്തു എന്ന ചതിയൻ. ചതിയനാണല്ലേ ഈ ചന്തു. തെങ്ങിൽ കേറാൻ തളപ്പിന് പകരം തെങ്ങിൽ കേറുന്ന മെഷീൻ കണ്ടുപിടിച്ചവൻ ചന്തു. ഇടിവെട്ടി മണ്ട പോയ തെങ്ങിന്റെ മോളിൽ കയറി കൂലി കണക്ക് പറഞ്ഞു ചോദിച്ചു വാങ്ങുന്നവൻ ചന്തു. തേങ്ങയില്ലാത്ത തെങ്ങിൽ കയറി കൊതുമ്പും ചൂട്ടും വലിച്ചിട്ട് ചമ്മി നാറി ഇറങ്ങി വരുന്നവൻ ചന്തു. അങ്ങനെ എന്തൊക്കെ കഥകളുണ്ട്. നിന്റെ നാട്ടുകാർ ഈ ചതിയൻ ചന്തുവിനെ കുറിച്ച് പാടി നടക്കുന്നു. അയ്യോ, നാട്ടുകാരല്ല, പാണനാരാ. പാണനാരാ? എന്നിട്ട് ഞാനൊന്നും കേട്ടില്ലല്ലോ. ആരും കേൾക്കുന്നില്ല എന്നുള്ള പരാതി കൊണ്ട് പുള്ളിക്കാരൻ ഇപ്പൊ ജീപ്പില് മൈക്ക് സെറ്റും വെച്ചോണ്ട് പാടി നടപ്പാണ്. ഓ, ഞാൻ ആ പാണനാരെ ഒന്ന് കാണട്ടെ. എന്തിന്? എന്റെ സ്വഭാവം അറിയാലോ. ഞാൻ ഒന്ന് പറഞ്ഞാൽ 2 വെട്ടും. ഒറ്റിരിപ്പിന് 2 അരിയുടെ ചാപ്പാട്. ആർച്ചേ, നിന്നെ ഞാൻ ഒന്നും പറയില്ല. കാരണം നീ ഒരു പെണ്ണാണ്, വെറും പെണ്ണ്. പെണ്ണെന്ന വർഗം ചിരിച്ചുകൊണ്ട് കരയും, കരഞ്ഞുകൊണ്ട് ചിരിക്കും, സങ്കടപ്പെട്ടുകൊണ്ട് ദേഷ്യപ്പെടും, ദേഷ്യപ്പെട്ടുകൊണ്ട് സങ്കടപ്പെടും. എന്തൊക്കെ പറഞ്ഞാലും തെങ്ങ് കയറിയാലേ ഈ പെണ്ണ് കൂലി തരും. ഉണ്ണിയാർച്ചേ, ഉണ്ണിയാർച്ചേ, പറമ്പൊന്നൊരു തേങ്ങ വീണിട്ടി. എന്റെ കളരിപ്പരമ്പര ദൈവങ്ങളെ, ഇന്നെങ്കിലും ചമ്മന്തി കൂട്ടി ചോറുണ്ടാവല്ലോ. ഈ ചതിയനായ ചന്തു ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ പറമ്പെന്ന് വീണ തേങ്ങ ഈ ചതിയൻ ചന്തുവിന് സ്വന്തം. എന്റെ പറമ്പിന്ന് വീണ തേങ്ങ ചന്തുവിന് വേണോന്നോ? ഈ തേങ്ങ ചന്തുവിന് വേണം. അതിന് മറുപടി പറയുന്നതേ ഉണ്ണിയാർച്ചന്റെ ഈ വാളായിരിക്കും. അതിന് മറുപടി പറയുന്നേ ചന്തുവിന്റെ ഈ ചന്തിയായിരിക്കും. ചന്തുവിന്റെ ഈ വാളായിരിക്കും. അംഗത്തിന് തയ്യാറാവിൻ. സുന്ദരമായ നിമിഷങ്ങൾ മനസ്സിൽ സമ്മാനിച്ചുകൊണ്ട് വടക്കൻ ദേശത്തിന്റെ പോരാളികൾ അഗ്രത്തട്ടിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അഗ്രത്തട്ടിൽ ആവേശത്തിന്റെ വീര്യമായി അടവുകളുടെ രാജാവ് ആൺസിംഹം ചതിയൻ ചന്തു. അടവുകളുടെ ചുവടുകൾ മാറ്റി ചവിട്ടിക്കൊണ്ട് പുത്തൂര പുത്രി ഉണ്ണിയാർച്ച വീർപ്പടക്കി പിടിച്ച് ശ്വാസം അടക്കി പിടിച്ച് ചന്തു. നിങ്ങൾക്കിത് വിശ്വസിക്കാമോ? നിങ്ങളിത് വിശ്വസിക്കാമോ? നിങ്ങൾക്കിത് വിശ്വസിക്കാമോ? അങ്കത്തട്ടിൽ പെൺകരുത്തിന്റെ പോരാട്ടം. നിങ്ങളിത് കാണുക, നിങ്ങളിത് കാണുക. ഈ ഭൂഗോളത്തിൽ അടയാളപ്പെടുത്തുക കാലമേ. ഇത് ഘടികാരങ്ങൾ നിൽക്കുന്ന സമയം.
വന്നത്? തേങ്ങ അരിക്കാനുള്ള ചമ്മന്തി അരിക്കാനുള്ള തേങ്ങ എടുക്കാൻ വേണ്ടി ആണല്ലോ. അപ്പൊ ഇവനെ ആശുപത്രി കൊണ്ടുപോകണോ? അത് നല്ല ചമ്മന്തിയും കൂട്ടി ചോറിനോ? അയ്യോ, ഞങ്ങൾക്ക് ചമ്മന്തി അരിച്ച് ചോറിനാ മതി. എന്നാ വരീനടി തോഴിമാരെ. എന്റെ കൂടെ മ്യൂസിക് ഇട്ട് നടക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ സ്വന്തം നടക്കുന്നു ആശുപത്രിയിലേക്ക്. ഓക്കെ ഗൈസ്, പ്രസന്റിംഗ് ബിഫോർ യു നമ്മുടെ ടീം. ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി, എന്താണ് തേങ്ങ അരയ്ക്കാൻ വേണ്ടി ചമ്മന്തി തപ്പി നടന്ന ടീമാണ് ഇവര്. 3 പേരോട് ഒരുമിച്ച് ഒറ്റയ്ക്ക് ചന്തു. അവൻ ആരാന്ന് വിചാരിച്ചിട്ട് അവൻ തൂക്കി. ഗേൾസ് എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ പെർഫോമൻസ്? എനിക്ക് ഞങ്ങള് ചമ്മന്ന പോലെ തന്നെ തോന്നുന്നു. നിങ്ങൾ ജയിച്ച്. അല്ല, അതില് എന്താന്നറിയാ, ഇനിയിപ്പോ ഇതുപോലെ ഉണ്ടാക്കി ചിരിക്കുമ്പോ മിക്കവാറും ഈ സാധനം എടുത്തിട്ട് കിട്ടോ റോളിലൊക്കെ വരാൻ ചാൻസ് ഉള്ള. കാരണം നിങ്ങളുടെ ആ ചിരിക്ക് ഭയങ്കര ക്യൂട്ടായിരുന്നു, ഭയങ്കര ക്യൂട്ട്നെസ്. ചന്തു, ഇവര് 3 പേരും പെർഫോം ചെയ്യാൻ പോകുന്ന ഞാൻ അറിഞ്ഞല്ലോ. ഡാൻസ് എന്തോ? അവര് ഡാൻസ്. നീ അതിന്റെ ഭാഗമാണോ? നമ്മൾ പോസ്റ്റ് ആണോ? സ്റ്റേജ് അവർക്ക് കൊടുത്താലോ? ബോയ്സ് നിങ്ങൾ റെഡി ആണോ കാണാൻ? ചന്തു, നീ കത്തി അങ്ങോട്ട് കൊടുക്ക ചേച്ചി. അല്ല, വാളാണോ? വേണ്ടടാ, ഞാൻ അങ്ങ് മാറി നിന്നേക്കാം അതിന് വേണ്ടി. ഗേൾസ് തുടങ്ങട്ടെ? ആരെവിടെ ആരംഭിക്കട്ടെ? അരമനയിൽ നിന്ന് വന്ന ജന്തു എന്നുണ്ട്, ഏതോ പബ്ബിന്ന് വന്ന ജന്തുവാണ്. ഞങ്ങളെ രാജാവ് അത്രയ്ക്കും തൃപ്തികരനായിട്ടില്ല. അവര് തൂക്കി ഈ എപ്പിസോഡ് അവര് തൂക്കി. ഇല്ല, അവൻ ഓക്കെ ആണോടാ? ഞാൻ വിട്ടുകൊടുത്തിരിക്കുന്നു. മതിയടാ, നിന്റെ ഈ മനസ്സാണ് ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടത്. ചന്തു, കോമഡി മാസ്റ്റേഴ്സിൽ ഒരു ബ്രേക്ക് പറഞ്ഞാലോ? കോമഡി മാസ്റ്റേഴ്സിൽ ബ്രേക്ക്. എന്നാ ബാപ്പുവാ. നിങ്ങള് കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു യാത്രയിലേക്ക് പോകാൻ റെഡിയാണോ? നമുക്ക് 2 കൂടെയാണോ? അല്ല, നമ്മളെല്ലാവരും. അയ്യോ, ഞാൻ ഉദ്ദേശിച്ചത് എന്താ അറിയോ, പല പെർഫോമൻസുകളും നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. അതിൽ ചിലതൊക്കെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ പെർഫോമൻസ് ആണ്. ചിലത് ഇവിടെ കണ്ടിട്ട് നമ്മൾ ചോദിക്കാറുണ്ട് അവരോട്, ഇതൊന്ന് ട്രൈ ചെയ്യുന്നില്ലേ എന്ന് പറയുന്ന രീതിയിൽ ഫോർട്ട് കൊച്ചിയിൽ നിന്നും ഒരു വ്യക്തി വന്നിട്ടുണ്ട്. കുറച്ച് സാധനങ്ങൾ നമുക്ക് ഇങ്ങനെ പ്രസന്റ് ചെയ്ത് കാണിക്കുകയാണ്. അതൊന്നും വീട്ടിലാരും ട്രൈ ചെയ്ത് നോക്കരുത്. എന്നോട് ഓൾറെഡി പറഞ്ഞു, കുറച്ച് എന്താ പറയുക, അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. കണ്ടാലോ? കാണാം. ഓക്കെ, ലെറ്റ്സ് വെൽക്കം. Wow, what an energy! Super. Hi, welcome to Comedy Masters. പേര് എങ്ങനെയാണ്? എന്റെ പേര് ജിമിട്ടൻ ഫോർട്ട് കൊച്ചി. ജിമിട്ടൻ ഫോർട്ട് കൊച്ചി. അതെ. ഓക്കെ. ജിമിട്ടൻ എത്ര വർഷമായിട്ട് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നു? ഞാൻ 18 വർഷമായി ഇത് തുടർച്ചയായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 18 years ആയി. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം ഇതാണ്, വേൾഡ് റെക്കോർഡ് പേര് നേടുക, ഗിന്നസ് ബുക്കിൽ പേര് നേടുക എന്നുള്ള. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഒരു ഐറ്റം ചെയ്തു. തല വസീനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന്റെ തലയിൽ സ്റ്റൗ വെച്ചിട്ട് കത്തിച്ച് പായസം ഉണ്ടാക്കി. പക്ഷേ 45,000 രൂപ എനിക്ക് നഷ്ടമായി പോയി. എന്താ? അദ്ദേഹത്തിന്റെ വിഗ് കത്തിപ്പോയി, അത് തിരിച്ചു. പിന്നെ ഞാനൊരു അവസാനമായിട്ട് ഒരെണ്ണം കൂടെ പയറ്റിയേക്കാന്ന് വെച്ചിട്ട് കുരുമുളക് അതെ നാടൻ കുരുമുളക് എടുത്ത് തറയിലേക്ക് അങ്ങിടും. എന്നിട്ട് വൈറ്റല തൊട്ട് കുണ്ടന്നൂര് വരെ ഇങ്ങനെ മൂക്ക് കൊണ്ട് ഇങ്ങനെ ഉരുട്ടി അങ്ങനെ ഒരു സംഭവം ചെയ്ത് അതും പൊളിഞ്ഞു പോയി. കുണ്ടന്നൂർ എത്തുന്നതിന് മുമ്പ് നമുക്ക് അവിടെ വന്ന് റെക്കോർഡ് അടിക്കാൻ പറ്റിയില്ല. നമ്മുടെ സ്ഥലമെല്ലാം കൂടെ പൊട്ടി പൊളിഞ്ഞു കിടക്കുമല്ലോ, റോഡിന്റെ അവസ്ഥ അറിയാലോ. അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹം ഒരു വെറൈറ്റി ഐറ്റം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതായത് നമ്മളിപ്പോ ഒരു സംഭവം ചെയ്യുമ്പോൾ ജഡ്ജസ് ഇങ്ങനെ നമ്മളെ ശ്രദ്ധയോടെ ഇരിക്കുമ്പോൾ അവര്
ഇങ്ങനെ സാധനം. ഈ രോമൊക്കെ എണീറ്റ് അറിയോ ഇറിറ്റേഷൻ ആവുന്നൂടെ ചെറിയൊരു ഇറിറ്റേഷൻ അത്ര അമ്ലത്വം. ഇറിറ്റേഷൻ റെക്കോർഡ്. അതെ അതെ അല്ലേ? അങ്ങനെ ഞാൻ കുറച്ച് ഐറ്റം നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോയി. ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു ഇറിറ്റേറ്റഡ് ആയിട്ടുള്ളതാണ്. ആദ്യം തന്നെ ഞാൻ പ്രേക്ഷകരോടൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ ആരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കരുത്. അല്ല, എനിക്ക് വേൾഡ് റെക്കോർഡ് കിട്ടണമെങ്കിൽ നിങ്ങൾ ആരും ട്രൈ ചെയ്യാൻ ആ അതാണ്. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ഐറ്റം എന്ന് വെച്ചാല് നമ്മുടെ വാളം പുളിയാണ്. ഇത് തമിഴ്നാട്ടില് തമിഴും മലയാളത്തിന്റെ ബോർഡറിൽ മാത്രം കാണുന്ന ഒരു വാളം പുളിയാണ്. ഈ പുളി ഇങ്ങനെ ചുരുട്ടി ഇങ്ങെടുത്ത് വായിലോട്ട് ഇങ്ങനെ വായിൽ വെള്ളം വന്നു. കേട്ടോ, ഇത് നിങ്ങൾക്ക് തന്നെ ഒരു ഫീലിംഗ് കിട്ടിയില്ലേ? അത് സാധനം വന്നില്ലേ? അത് മാത്രമല്ല, ഈ നാരങ്ങ, ഇത് കട്ട് ചെയ്ത നാരങ്ങ, ഇതിങ്ങനെ വായിലേക്ക് ഇങ്ങനെ ഒഴിക്കും. അടിപൊളി അടിപൊളി. കയ്യിൽ പുറത്തെ എന്താണ് ബ്രഷാ? ഇത് ബ്രഷില് ഇങ്ങനെ പിഴിഞ്ഞില്ലേ? എന്തോ വലിയ പല്ല് തേക്കുമ്പോ ഇത് നിങ്ങൾ ജഡ്ജസ് ആണ് ഇത് വിലയിരുത്തേണ്ടത്. അയ്യോ, അത് കുടിച്ചിറക്കിയ കുരുക്ക് തുപ്പല്ലേ? അല്ല, ഇത് എന്റെ റെക്കോർഡാണ്. ഞാൻ ചെയ്യും. അവിടെ മാർക്കാ, എനിക്ക് മാർക്കാ. ഇതിനുശേഷം അടുത്ത ഐറ്റം. വേണം 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 പറയരുത്. എന്റെ റെക്കോർഡിക്ക് കയറി കൈയിടരുത്. ഈ സാരി പിടിക്കൂ. ചേട്ടാ ചെയ്യില്ല ചേട്ടാ, അതിനൊരു ഒച്ചയും കൂടെ വരും. ഈ സാരി ഈ പട്ട് തുണിയില് പല്ല് കൊണ്ട് കേട്ടോണം, കണ്ടോണം. ഇത് എനിക്ക് മാർക്കുള്ള, നിങ്ങൾ നോക്കണം. അസാനമില്ല, അസാനല്ലേ അല്ലേ? ഇത് വെള്ളം കോരുന്നൊരു തൊട്ടിയാണ്. ഈ തൊട്ടിയില് ആക്സോ ബ്ലേഡും കൊണ്ട് ഇതിങ്ങനെ ഞാൻ തന്നെ അങ്ങ് പെരുത്തു പോവാ. ലാസ്റ്റ് ഒരു ഐറ്റം ചെയ്യാൻ പോവുകയാണ്. ഇത് ഹോസ്പിറ്റലിലൊക്കെ ഓപ്പറേഷൻ ഉപയോഗിക്കുന്ന പാത്രമാണ്. ഈ പാത്രം രണ്ടും ഇങ്ങനെ എടുക്കുന്നത് കണ്ടില്ലേ? ഇത് രണ്ടും കൊണ്ട് ഇങ്ങനെ ഇനി ഒരെണ്ണം കൂടെ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അതിന്റെ ടൂൾസ് കൊണ്ടുവന്നിട്ടില്ല. ദന്താശുപത്രിയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പല്ല് കേടാവുമ്പോ ഡോക്ടറെ അടുത്ത് ഒരു സാധനം പല്ല് തുറക്കണ സാധനം അത് വരുമ്പോ ഇങ്ങനെ സാധനം ഫീൽ ചെയ്യും. ചേട്ടാ, ഒരു ഒലക്ക വല്ലതും കിട്ടും നിങ്ങളേല്? എന്തിനാ? 2 അടിയൊന്ന് ഓടിക്കാനായിരുന്നു. എന്നെയോ? ചേട്ടാ, ഇതൊക്കെ കൊണ്ട് ഈ പറഞ്ഞ പോലെ ഗിന്നസ് റെക്കോർഡ് എടുത്താണ്ട് ഇവിടെ ഒരാളിരിക്കുന്നത് കണ്ടില്ലേ? അയാളെ അഭിനയം കൊണ്ടും കഴിവ് കൊണ്ടൊക്കെയാണ് ഗിന്നസ് റെക്കോർഡിൽ പേര് വാങ്ങിച്ചത്. ഇതൊക്കെ കൊണ്ടുപോയാൽ നമ്മൾ മലയാളികൾക്ക് നാണക്കേടാ. അപ്പൊ ഞാൻ ഇതും കൊണ്ട് മുന്നോട്ട് പോയ റെക്കോർഡ് കിട്ടില്ല എന്നാണോ? അത് എന്തെങ്കിലും നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ പോയിട്ട് ആദ്യത്തെ ആ വയറ്റിലേല് ഇത് ചെയ്തില്ലേ, കുരുമുളക് റോഡ് നന്നാവുമ്പോ ആ കുരുമുളക് ഇട്ടിട്ട് ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്ക്. ഈ കുരുമുളക് ഇട്ടിട്ട് മൂക്ക് മാറ്റിട്ട് റോഡ് ക്ലീൻ ആവും, നിങ്ങളുടെ നാക്ക് ക്ലീൻ ആവും. സാർ, നിങ്ങളുടെ വാക്കുകൾ ഞാൻ വളരെ വിലയോടെ കേൾക്കുകയാണ്. ഞാൻ അടുത്ത ദിവസം തന്നെ ഇത് ട്രൈ ചെയ്യുന്നതായിരിക്കും. ഞാൻ വേൾഡ് റെക്കോർഡ് തന്നെ കരസ്ഥമാക്കിയിരിക്കും. താങ്ക് യു. ഓക്കെ, അതെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. തമാശിച്ച് തുടങ്ങിയെങ്കിലും എനിക്ക് ഈ പല്ലിന്റെ ആ സാധനം ഇപ്പോഴും ഭയങ്കരമായിട്ട് ലാസ്റ്റ് വൈൻഡപ്പ് ചെയ്യാം. അങ്ങനെയാണ് മറ്റേ ആക്സോ ബ്ലേഡ് ആണല്ലോ. ഒന്നുമില്ല, അതൊന്നും വേണ്ട, ഒന്നുമില്ല. കോമഡി മാസ്റ്റേഴ്സ് ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ദിവസം കാണാം. അതായിരിക്കും ബൈ, ടാറ്റ, ഗുഡ് നൈറ്റ്.